ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. സുധാകർ മംഗളോദയത്തിൻ്റെ ചിറ്റ പാർട്ട് 7. ഒരു രാത്രി കൂടി ഇരുണ്ട് വെളുത്തു. ദേവൻ്റെയും നന്ദനയുടെയും കല്യാണത്തിൻ്റെ തലേന്ന് പകൽ ദേവൻ ഭാഗ്യത്തോട് അപേക്ഷിച്ചു, അമ്മേ, എനിക്ക് ശ്യാമയെ ഒന്നുപോയി കാണണം. വേണ്ട, ഭാഗ്യത്തിൻ്റെ സ്വരം ഉറച്ചു. നിന്റെ മനസ്സിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവളെ കണ്ടാൽ നീ ദുർബലനാവും. ഞാനത് അനുവദിക്കില്ല. ശ്യാമ എന്നെ പ്രതീക്ഷിക്കും അമ്മേ. ഇനി അവൾ നിന്നെ പ്രതീക്ഷിക്കണ്ട, ഭാഗ്യ അറിയിച്ചു. ഇനി അവൾക്ക് നീയില്ല, നിനക്ക് അവളും. അമ്മ അങ്ങനെ പറയരുത്, ദേവൻ അപേക്ഷിച്ചു. അമ്മ നിർബന്ധിച്ചാലും എനിക്കത് അനുസരിക്കാനാവില്ല. അപ്പോൾ നീ ശ്യാമയെ കാണാൻ പോകും. ഭാഗ്യത്തിൻ്റെ മുഖം മുറുകി. പോകും, ദേവൻ പറഞ്ഞു. ശ്യാമയെ കാണില്ല എന്ന് കരാറിലല്ലോ നന്ദനെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത്. നന്ദനെ ഞാൻ ഒരിക്കൽ സ്നേഹിച്ചതാ. അവളുടെ അച്ഛൻ കാരണമാണ് ആ ബന്ധം തകർന്നത്. ഞാൻ ശ്യാമയെ സ്വീകരിച്ചതും. തളർന്നു കിടക്കുന്ന ശ്യാമയ്ക്ക് മുന്നിൽ നന്ദൻ എനിക്ക് ആരുമല്ല. എന്നിട്ട് ഞാൻ എങ്ങനെ ഈ കുരുക്കിൽ ചാടിയെന്ന് എനിക്കറിയില്ല. അത് ശരി, ഭാഗ്യം പല്ല് കഴിച്ചു. അപ്പോൾ നന്ദന നിനക്ക് കുരുക്കാണില്ലേ? നോക്ക്, ഈ കുരുക്ക കാരണമാണ് നീ ഇപ്പം രക്ഷപ്പെട്ടത്. എത്ര കാലമായി നീ ഒരു തയ്യക്കട ഉന്തിക്കൊണ്ട് കഴിയണം? വല്ല കരകയറ്റം ഉണ്ടായോ നിനക്ക്? ഇപ്പം നീ ആളായി. ഇനി നീ ഒന്ന് പുറത്തിറങ്ങി നോക്ക്. പഴയ പോലെ ആയിരിക്കുമോ ആളുകൾ നിന്നെ കാണണതെന്ന്? നന്ദനയുമായുള്ള കല്യാണം കൂടി കഴിയണതോടെ നിന്റെ മുമ്പിൽ ആരുമല്ലാതാവും രാജു. അത് മനസ്സിലാക്കാൻ ബുദ്ധി വേണം. ദേവൻ മനഃപൂർവ്വം മറുപടി ഒന്നും പറഞ്ഞില്ല. ഇനി നീ പറയണ ശ്യാമയുടെ മഹത്വം ഒന്ന് ഓർത്തു നോക്ക്. അവൾ വന്ന് കയറിയത് കൊണ്ട് നിനക്ക് എന്ത് ഗുണമുണ്ടായി? അവൾ കിടപ്പിലായതോടെ നീ കടക്കാരനും കൂടി ആയെന്ന് എനിക്കറിയാം. ആ ശ്യാമയ്ക്ക് മുടന്തില്ലായിരുന്നെങ്കിലത്തെ അവസ്ഥ കൂടി നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും മുഖഭംഗിയുള്ള അവളെ സ്വീകരിക്കാൻ രാജകുമാരന്മാർ ക്യൂ നിൽക്കും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കേമനായവനെ അവൾ തിരഞ്ഞെടുക്കും. വെറും ഒരു തയ്യക്കാരനായ നീ ചെന്ന് കല്യാണം ആലോചിച്ചാൽ അവൾ നിന്റെ മുഖത്ത് തുപ്പും. ഇല്ലെന്ന് നിനക്ക് തോന്നണുണ്ടോ? ഭാഗ്യം ചോദിച്ചു. ദേവൻ ഉത്തരം മുട്ടി. വല്ലാത്ത തളർച്ചയും തോന്നി. ശ്യാമ നിന്നെ സ്വീകരിച്ചത് അവൾ മുടന്തിയായതുകൊണ്ട് മാത്രമാണ്, ഭാഗ്യം പറഞ്ഞു. ശ്യാമയ്ക്ക് പകരം കുഴപ്പങ്ങളൊന്നുമില്ലാത്ത അവളുടെ അനിയത്തിയെ ഹേമയാണ് നീ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയിരുന്നതെങ്കിൽ അന്നേരം നീ അറിഞ്ഞേനെ അവരുടെ തനി നിറം. എല്ലാവരും ലാഭമാടാ നോക്കണത്. ഇങ്ങോട്ട് കരുണ കാട്ടണം, അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറല്ല താനും. അമ്മ എന്തിനാ ഇതൊക്കെ പറയണത്? ദേവൻ അസഹ്യത ഭാവിച്ചു. നന്ദന ആരാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ, ഭാഗ്യം പറഞ്ഞു. ശ്യാമയെ പോലെ അല്ല നന്ദന. അവൾക്ക് പണമുണ്ട്, അച്ഛൻ്റെ ഒറ്റമോൾ. ശ്യാമയുടെ അത്ര സൗന്ദര്യവുമുണ്ട്. പക്ഷേ മുടന്തില്ല, യാതൊരു അംഗഭംഗങ്ങളുമില്ല. നല്ല വിദ്യാഭ്യാസമുണ്ട്, മാന്യമായ ഉദ്യോഗമുണ്ട്. നിന്നെ സ്വീകരിച്ചാൽ ആളുകൾ അവളെ പുച്ഛിക്കും. എന്നിട്ടും അവൾ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി. സ്വന്തം അച്ഛൻ എതിർത്തിട്ടും എത്രയോ മുമ്പേ അവൾ അതിന് തയ്യാറായിരുന്നു. അച്ഛൻ മാത്രമാണ് അവൾക്കുള്ള ഏക ബന്ധു. അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവളൊന്ന് പതറി. എങ്കിലും നിനക്കായി തന്നെ കാത്തിരുന്നു. തെല്ലു വിസ്മയത്തോടെയാണ് ദേവൻ അത് കേട്ടത്. അമ്മ പറയുന്നതൊക്കെ സത്യമാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. പക്ഷേ താനതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ നീ അവൾക്ക് വേണ്ടി ഒട്ടും കാത്തില്ല. അനിയന്റെ ശാപം ഏറ്റെടുത്തു. സത്യത്തിൽ എന്താ അതിലിത്ര ശാപം? മുടന്തിയാണെന്ന കാര്യം അറിയാതെ വാക്ക് കൊടുത്തു. മുടന്തിയാണെന്നത് അറിഞ്ഞപ്പോൾ പിന്മാറി. ഏത് ചെറുപ്പക്കാർക്കും പറ്റുന്നൊരു പിഴവ്. അതുപോട്ടെ, നീ ശ്യാമയെ കല്യാണം കഴിച്ചിട്ടും നന്ദന നിന്നെ വെറുത്തില്ലല്ലോ. വെറുത്തെങ്കിൽ അവൾ വേറെ കല്യാണം കഴിക്കുമായിരുന്നില്ലേ? അവൾക്ക് വേറെ ആലോചനകളൊന്നും വരാഞ്ഞിട്ടല്ലെന്ന് അറിയാമല്ലോ. നിന്റെ ഭാര്യ കിടപ്പിലാകുമെന്ന പ്രതീക്ഷയുമില്ല. ദേവൻ തളർച്ചയിലിരുന്നു പോയി. പക്ഷേ ഭാഗ്യം നിർത്തിയില്ല. ഒടുവിൽ അവളുടെ അച്ഛൻ നിന്റെ മുമ്പിൽ തോറ്റു. മകൾക്ക് വേണ്ടി എന്തെല്ലാമാണ് അയാൾ നിനക്ക് വാങ്ങിത്തന്നത്? ഇനി എന്തെല്ലാം തരാനിരിക്കണോ? ഒക്കെ അയാളുടെ മകളുടെ ഭാവിക്ക് വേണ്ടിയാ, സന്തോഷത്തിന് വേണ്ടിയാ. നീ നിന്റെ ആദ്യ ഭാര്യയെ കാണാൻ തലേന്നും പോയെന്നറിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തു സന്തോഷമാടാ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേവൻ തലയിൽ കൈവച്ചു. അമ്മ കുറച്ചു നേരമെങ്കിലും ഒന്ന് മിണ്ടാതിരിക്കാമോ? എനിക്ക് പറയാനുള്ളത് പറഞ്ഞു തീരാതെ ഞാൻ നിർത്തില്ല മോനെ. ദേവൻ പരാജിതനായെന്ന് മനസ്സിലായതും ഭാഗ്യത്തിന് നിറഞ്ഞ സന്തോഷമായി. നന്ദനയുടെ അച്ഛനെ സന്തോഷിപ്പിച്ചാൽ ആ സ്വത്ത് മുഴുവൻ നിന്റേതാ. അതിൽ കുറച്ചെടുത്ത് ശ്യാമയെ രഹസ്യമായി ചികിത്സിപ്പിക്കാനും സഹായിക്കാനും നിനക്ക് കഴിയും. അയാളെ വെറുപ്പിച്ചാലോ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി മാറും. അറിയോ, നിന്നെ പോറ്റാനുള്ള വരുമാനം പോലും നിനക്കില്ലാതാവും. 2 പെണ്ണുങ്ങളുടെ ശാപം ഒന്നിച്ച് നിന്റെ തലയിൽ വീഴും. അതിൽ ഭേദം ശ്യാമയെ മറന്നുവെന്ന് എല്ലാവരുടെയും മുന്നിൽ നടിക്കണതാ.
നന്ദന ധനസ്ഥിതിയുള്ളവളായതുകൊണ്ട് ശ്യാമയോടും കുട്ടിയോടും ദയവ് കാട്ടാൻ മടിക്കില്ല. പക്ഷേ നീ അവളെ വീണ്ടും ചതിക്കുകയാണെന്നറിഞ്ഞാൽ നല്ല പെണ്ണ് ചീത്തയായാലാണ് കേട്ടോ മഹാചീത്ത. ഞാൻ എങ്ങടും പോണില്ല. ദേവൻ അമ്മയെ തൊഴുതു. പോരെ? മതി. ഭാഗ്യത്തിന് നിറഞ്ഞ സന്തോഷമായി. തൻ്റെ ബുദ്ധിയിലും വാക്സാമർത്ഥ്യത്തിലും അഭിമാനവും തോന്നി. ശ്യാമ അപ്പോഴും ദേവനെ കാത്തു കിടക്കുകയായിരുന്നു. രാത്രി വൈകിയപ്പോൾ അമ്മിണി അവളോട് പറഞ്ഞു, ഇനി അവൻ വരില്ല മോളെ. അവനെ കാത്ത് നീ ഇങ്ങനെ കിടക്കണ്ട. എഴുന്നേറ്റിരുന്ന് ആഹാരം വല്ലതും കഴിക്കും. ഇല്ല, ശ്യാമ പറഞ്ഞു. ദേവേട്ടൻ വന്നു പോയിട്ടേ ഞാൻ ആഹാരം കഴിക്കൂ. അവൾ ആ രാത്രി പട്ടിണി കിടന്നു. ദേവൻ വന്നതുമില്ല. ദേവേട്ടൻ ഒരുപക്ഷെ രാവിലെ വരുമായിരിക്കും, ഹേമ ആശ്വസിപ്പിച്ചു. രാവിലെ ഉണർന്ന ശ്യാമ മുഹൂർത്ത സമയം വരെ ദേവനെ കാത്ത് കിടക്കറയിൽ കിടന്നു. ഒടുവിൽ അവൾ എഴുന്നേറ്റു. ഇന്ന് എനിക്കൊന്ന് കുളിക്കണം അമ്മേ, ശ്യാമ അമ്മിണിയോട് പറഞ്ഞു. എന്നിട്ട് നിലവിളക്ക് കത്തിച്ച് ദേവേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹേമ എടുത്തോണ്ട് പോയി കുളിമുറിയിലെടുത്താണ് കുളിപ്പിക്കാറുള്ളത്. അമ്മിണിയെ സഹായിച്ചു കൊടുക്കും. അമ്മിണിക്ക് തനിയെ ശ്യാമ എടുക്കാൻ കഴിയില്ല. ഹേമ പോയല്ലോ മോളെ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? കുളിക്കണമായിരുന്നെങ്കിൽ ഹേമ പോകും മുമ്പേ നിനക്ക് പറയാമായിരുന്നില്ലേ? ദേവേട്ടൻ വരുമെന്ന് ഓർത്ത അമ്മയെ ഞാൻ കിടന്നത്. അദ്ദേഹം വരാത്ത സ്ഥിതിക്ക് എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സും അറിയാതെ പിടിവിട്ടു പോകുന്നു. പ്രാർത്ഥനയ്ക്ക് സമാധാനം തരാൻ കഴിയൂ. അമ്മ എൻ്റെ കയ്യിലൊന്ന് പിടിച്ചാൽ നടക്കാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കാം. അമ്മയുടെ നേർക്ക് ശ്യാമ കൈ നീട്ടി. വേണ്ട. അമ്മിണി അകന്നു മാറി. എനിക്ക് നിന്നെ പിടിച്ചു നിർത്താനുള്ള ശേഷിയില്ല. കാലിടറി വീണു പോയാൽ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെയാവും. ഈ ഇടെ നല്ല ആശ്വാസം ഉണ്ടല്ലോ. തോന്നിയാസം കാണിച്ച് വല്ലതും വരുത്തി വെക്കണ്ട. ഹേമ വന്നിട്ട് കുളിച്ചാൽ മതി. ഹേമ ഇനി വൈകുന്നേരമേ വരൂ, ശ്യാമ പറഞ്ഞു. അമ്മ എന്തിനാ ഇങ്ങനെ ഭയക്കണത്? എഴുന്നേൽക്കാന്ന് എനിക്കൊരു തോന്നലുണ്ട്. അമ്മയൊന്ന് കയ്യമ്മേ പിടിച്ചാൽ മതി. ഒടുവിൽ ഈശ്വര എന്ന് കരഞ്ഞുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അമ്മിണി ശ്യാമയുടെ കൈ പിടിച്ചു. ശ്യാമ മെല്ലെ എഴുന്നേറ്റ് നിന്നു. അമ്മിണിക്കത് വിശ്വസിക്കാനായില്ല. ഈശ്വരന്മാരെ, അമ്മിണി ഉറക്കെ വിളിച്ചു. എൻ്റെ കുട്ടിയെ കാക്കണേ. വഴിപാടുകളൊക്കെ ഞാൻ വീട്ടിൽ കൊള്ളാമേ. അമ്മ കൈ വിടരുത്. മെല്ലെ നടക്കാനുള്ള ഒരുക്കമായിരുന്നു ശ്യാമ. മുടന്തി അവൾ നടന്നപ്പോൾ ഇടറി വീഴുമോ എന്ന ഭയമായിരുന്നു അമ്മിണിക്ക്. സൂക്ഷിച്ച് അവർ പറഞ്ഞുകൊണ്ടിരുന്നു, വളരെ സൂക്ഷിച്ച്. അങ്ങനെ ഒരു വിധത്തിൽ കുളിമുറിയിലെ കസേരയിൽ മകളെ എത്തിച്ചു അമ്മിണി. എൻ്റെ ദേഹം വിറയ്ക്കുന്നു, അവർ പറഞ്ഞു. ഇങ്ങനെ ഞാൻ ദൈവത്തെ വിളിച്ചൊരു സമയമില്ല. ശ്യാമ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. അമ്മ ഇനി പുറത്തേക്ക് പോയിക്കോളൂ, ഞാൻ കുളി കഴിഞ്ഞ് വിളിക്കാം. തോർത്ത് വിഴിഞ്ഞു തരണ്ടേ? അമ്മിണി തിരക്കി. അതിനെൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ശ്യാമ ചിരിച്ചു. കാലിനല്ലേ കുഴപ്പം? കുളി കഴിഞ്ഞു വന്ന ശ്യാമ നിലവിളക്ക് കത്തിച്ചു. ഭഗവാന്മാരെ, എൻ്റെ ദേവേട്ടനെ കാക്കണേ. ഇക്കുറിയെങ്കിലും ഒരു നല്ല ദാമ്പത്യ ജീവിതം നൽകണേ. ദേവൻ നന്ദനയുടെ കഴുത്തിൽ താലി ചാർത്തുന്ന മുഹൂർത്തമായിരുന്നു അത്. നന്ദന കാത്തിരുന്ന ധന്യനിമിഷം. എന്നാൽ ദേവന്റെ നെഞ്ച് പൊടിയനുണ്ടായിരുന്നു. സന്തോഷവും സങ്കടവും ഒരുമിച്ച സമയം. വെയിലും മഴയും ഒന്നിച്ചതുപോലെ. നന്ദനയുടെ കൈ പിടിച്ച് പന്തലിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ദേവന്റെ ഓർമ്മയിൽ ആദ്യ വിവാഹരംഗം തെളിഞ്ഞു. അന്നത്തെ വധു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലെന്ന് അയാൾക്ക് തോന്നി. ദേവന്റെ വ്യസനം ഒന്നുകൂടി അസഹ്യമായി. ജീവിതത്തിലെ ഏറ്റവും വലിയ മാനസിക പ്രശ്നം കുറ്റബോധമാണെന്നും അയാൾ അറിഞ്ഞു. വരന്റെ ഗൃഹത്തിലേക്ക് പുറപ്പെടാൻ നേരം വധുവിനെ അണിയിച്ചൊരുക്കിയത് ഇന്ദുലേഖ അഭിരാമിയും ചേർന്നാണ്. ആ സമയത്തും ഇന്ദു പകയോടും വെറുപ്പോടുമാണ് അഭിരാമിയെ വീക്ഷിച്ചത്. ഉയരമുള്ളതുകൊണ്ട് സാരിയുടെ മുന്താണി കൈമടക്കിലോട് ഒഴുക്കിയിടണമെന്നാണ് നന്ദേട്ടത്തേക്ക് ഭംഗി. അഭിരാമി അഭിപ്രായപ്പെട്ടു. അതൊന്നും വേണ്ട, ഇന്ദുലേഖ ശടിച്ചു. ഫാഷൻ പരേഡിന് പോകുമെന്നും അല്ലല്ലോ. വിവാഹത്തിനൊക്കെ ഒരു കസ്റ്റമറി സ്റ്റൈലുണ്ട്. സിനിമാ നടികൾ പോലും അതനുസരിക്കാറുണ്ട്. അഭിരാമി തർക്കിക്കാൻ പോയില്ല. ഇന്ദുലേഖ കാണാതെ നന്ദന സാരമില്ല എന്ന് അഭിരാമിയെ കണ്ണടച്ച് കാണിച്ചു. അഭിരാമി അനുകൂലിക്കും പോലെ പുഞ്ചിരിച്ചു. അഭിരാമി അരികിലില്ലായിരുന്ന സമയത്ത് ഇന്ദു നന്ദനയുടെ കാതിൽ പറഞ്ഞു, നന്ദേട്ടത്തി സൂക്ഷിക്കണേ മറ്റേ കക്ഷിയെ. എൻ്റെ ചെറിയേട്ടൻ്റെ ഭാര്യയായാലും ആളല്പം ക്രിമിനൽ മൈൻഡാ. പാവം ശ്യാമേട്ടത്തി ഈ അവസ്ഥയിലായതിനു പിന്നിൽ മറ്റാരുമല്ല. നന്ദനയ്ക്ക് വല്ലാത്ത നിസ്സഹായത അനുഭവപ്പെട്ടു. അലങ്കരിച്ച കാറിൽ കയറുമ്പോൾ ഭാഗ്യലക്ഷ്മി നന്ദനെ അതേ കാര്യം ഓർമ്മിപ്പിച്ചു. അവൾ ശരിയല്ല. കാറിൻ്റെ മുന്നിലെ സീറ്റിൽ ഡ്രൈവർക്കരികിൽ ദേവൻ, പിന്നിൽ നന്ദനയോടൊപ്പം ഭാഗ്യം. കൈവിട്ടു പോകാതിരിക്കാനെന്നോണം ഭാഗ്യം നന്ദനയുടെ കൈത്തണ്ടയിൽ പിടിച്ചിരുന്നു. വീട്ടിലെത്തിയതും ഭാഗ്യം നന്ദനയോട് പറഞ്ഞു, മോളെ, ആദ്യം തന്നെ ഈ ആഭരണങ്ങൾ ഊരി അലമാരയിൽ വെക്കണം. ദേവന്റെ അലമാരയിൽ വെക്കണ്ട. അവന് സൂക്ഷ്മതയില്ലാത്തവനാ. എല്ലാം എൻ്റെ അലമാരയിൽ വെക്കാം. വലിയ ലോക്കറുണ്ട്,
അതിനകത്ത് പൂട്ടുള്ള വീട്ടിൽ പണിത ആഭരണപ്പെട്ടി. നിനക്ക് വേണ്ടപ്പോൾ അലമാര തുറന്ന് ഞാൻ എടുത്തു തന്നാൽ മതിയല്ലോ. കഴുത്തിന് മാല അഴിക്കാൻ നന്ദന കുളത്തിൽ തൊട്ടപ്പോഴാണ് അവളുടെ മൊബൈൽ ശബ്ദിച്ചത്. രാമുണ്ണി മാഷായിരുന്നു. മോളെ, നിന്റെ ആഭരണങ്ങളൊക്കെ അഴിച്ച് നിന്റെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം കേട്ടോ. താക്കോലും നിന്റെ കയ്യിലുണ്ടാവണം. ദേവേട്ടൻ്റെ അമ്മ പറഞ്ഞത് അമ്മയുടെ അലമാരി വെക്കാന്നാ നന്ദനെ അറിയിച്ചു. അതൊന്നും വേണ്ട, മാഷു പറഞ്ഞു. നീ ഫോൺ അങ്ങ് കൊടുക്ക്, ഞാൻ പറഞ്ഞോളാം. നന്ദന ഫോൺ ഭാഗ്യത്തെ ഏൽപ്പിച്ചു. അതേ, ഞാനൊരാളെ അങ്ങോട്ട് വിടാം. നന്ദനയുടെ ആഭരണങ്ങൾ ഇവിടെ എൻ്റെ ലോക്കറിൽ വെച്ചോളാം, അതാ സേഫ്, മാഷ് ഭാഗ്യത്തെ അറിയിച്ചു. ഇവിടെ നല്ല അലമാരകളുണ്ട്, ഭാഗ്യ അല്പം കൊള്ളിച്ചാണ് പറഞ്ഞത്. ഇഷ്ടം പോലെ ആഭരണങ്ങളും ഒരു കള്ളനും കൊണ്ടുപോവില്ല. കള്ളം കൊണ്ടുപോയിട്ടല്ല ഭാഗ്യലക്ഷ്മി അമ്മേ, മാഷും വിട്ടില്ല. അവിടുത്തെ ആഭരണങ്ങൾക്കൊപ്പം നന്ദയുടെ ആഭരണങ്ങൾ വെച്ചാൽ എല്ലാം കൂടി കൂടിക്കലർന്ന് ഒടുവിൽ അവകാശത്തർക്കം ഉണ്ടായാലോ. ഇവിടെ ആകുമ്പോൾ ഉള്ളത് മുഴുവൻ നന്ദയുടേതാ. ഞാനിപ്പോൾ തന്നെ ആളെ അയക്കാം. ഓടുന്ന നായ്ക്ക് ഒരു മുഴ മുമ്പേ എറിയുന്ന തരക്കാരനായിരുന്നു രാമുണ്ണി മാഷ്. ഭാഗ്യത്തിന് വല്ലാത്ത ഈർഷ്യ വന്നു. ഇതിങ്ങനെയായാൽ പറ്റില്ല എന്നും അവർക്ക് തോന്നി. നന്ദയുടെ സ്വത്തുക്കളിൽ നന്ദയ്ക്ക് മാത്രമാണ് അവകാശമെങ്കിൽ ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് കൊണ്ട് തങ്ങൾക്ക് എന്താണ് പ്രയോജനമെന്നാണ് ഭാഗ്യം ചിന്തിച്ചത്. അവർ ഫോൺ വെച്ചിട്ട് നന്ദനയോട് പറഞ്ഞു, വലിയ മാഷാണെങ്കിലും മോളുടെ അച്ഛന് വർത്തമാനം പറയാൻ അറിയില്ല. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ ആളുകൾക്കത് ഇൻസൾട്ട് ആവുമെന്നും. നന്ദനെ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. ആഭരണങ്ങൾ അഴിച്ച് അവൾ ഒരു കൊച്ചു ബാഗിൽ നിക്ഷേപിച്ചു. അപ്പോഴേക്കും അത് കൊണ്ടുപോകാനുള്ള ആളും വന്നു. നന്ദന അത് അയാളെ ഏൽപ്പിക്കുമ്പോൾ ഭാഗ്യം ഒരു കുത്തുവാ കുതിർത്തു. മാഷിന് ഇനി കിടന്നുറങ്ങാലോ. മകളെ ഇവിടേക്ക് അയച്ചതിൽ വിഷമവും ഇല്ല. സ്വർണം ഇവിടെ ഇരിക്കുന്നതിലേ ഉള്ളൂ പേടി. മകളോടുള്ള സ്നേഹം അത്ര തന്നെ. നന്ദന അത് കേട്ടതായി ഭാവിച്ചില്ല. കുളി കഴിഞ്ഞ് വേഷം മാറി വന്നവൾ ഭാഗ്യത്തോട് പറഞ്ഞു, ഞാനും ദേവേട്ടനും കൂടി ഒന്ന് ശ്യാമയെ കാണാൻ പോവുകയാണ്. എന്തിന്? ഭാഗ്യം കണ്ണു മിഴിച്ചു. ഇന്നലെയും ദേവേട്ടൻ അവിടം വരെ ഒന്ന് പോകാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ശ്യാമയെ ചെന്ന് കാണേണ്ടതാണ്. ശ്യാമ കിടപ്പിലായതുകൊണ്ടല്ലേ എനിക്ക് ഈ വീട്ടിൽ വന്ന് കയറാൻ കഴിഞ്ഞത്. അല്ലെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് ശ്യാമയോടൊരു കടമയില്ലേ? ഇന്നത്തെ കുട്ടികളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവണില്ല. ഭാഗ്യം കൈമലർത്തി. മുൻപാണെങ്കിൽ ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടായാൽ അവർ തമ്മിൽ പരസ്പരം മിണ്ടുക പോലുമില്ല. ആ നിലയ്ക്ക് ഇന്നത്തെ കുട്ടികളല്ലേ അമ്മേ നല്ലവർ? അവിടേക്ക് വന്ന അഭിരാമി ചോദിച്ചു. അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പരസ്പരം വഴക്കടിക്കണതിന് പകരം സഹവർത്തിത്വത്തോടും സ്നേഹത്തോടും മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. എന്ത് നന്മയാത്? നീ മിണ്ടണ്ട. ഭാഗ്യ അഭിരാമിയുടെ നേർക്ക് കൈ ചൂണ്ടി. നീയാ ഇളക്കി വിടണത്, എനിക്കറിയാം. പിന്നെ നന്ദനയെ നോക്കി. ഏതായാലും ഇന്നിനി മോൾ എങ്ങോട്ടും പോണ്ട, അമ്മയാ പറയണത്. പോണോ അമ്മേ? നന്ദന ഉറച്ചു നിന്നു. ദേവേട്ടനും ഒന്നിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങും മുമ്പ് എനിക്ക് ശ്യാമയെ ചെന്ന് കാണണം. അതെൻ്റെ ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ശ്യാമയുടെ കണ്ണീരോ ശാപമോ കലരാൻ പാടില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാറിലാണ് അവൾ ദേവനോടൊന്നിച്ച് പുറപ്പെട്ടത്. പഴയ നന്ദനയല്ല അവളെന്ന് ഭാഗ്യത്തിന് തോന്നി. അവൾക്ക് സ്വന്തം അഭിപ്രായമുണ്ട്, അതനുസരിച്ചേ പ്രവർത്തിക്കൂ. ശ്യാമയുടെ അനുസരണയൊന്നും ഇവളിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. അഭിരാമിയെ പോലെ അഹങ്കാരിയല്ലെന്ന് മാത്രം. ഒരിക്കൽ കൂടി താൻ അബദ്ധം കാട്ടിയോ എന്നായി ഭാഗ്യത്തിൻ്റെ ശങ്ക. ശ്യാമ തൊട്ടിൽ കിടക്കുന്ന തത്തമ്മോളെ പാടി ഉറക്കുകയായിരുന്നു. ശ്യാമയെ നോക്കി തൊണ്ണ കാട്ടി ചിരിച്ചതല്ലാതെ തത്ത ഉറങ്ങാനോ കണ്ണു പൂട്ടാനോ കൂട്ടാക്കിയില്ല. ഇങ്ങനെ ഒരു കുസൃതി കുരുന്ന്. ശ്യാമ സ്നേഹത്തോടെ ശാസിച്ചു. ഒന്നുറങ്ങടി കള്ളിപ്പെണ്ണെ, എൻ്റെ അമ്മ ഞങ്ങളെ ഉറക്കിയിരുന്ന പാട്ടായത്. ഇതൊന്നും പാടി ഇപ്പോഴത്തെ കുട്ടികൾ ഉറങ്ങില്ലേ മോളെ? അമ്മിണി ചിരിച്ചു. സാറേ സാറേ സാമ്പാറേ പാടി നോക്ക്. അപ്പം പിന്നെ ഒട്ടും ഉറങ്ങില്ല, ഹേമ പറഞ്ഞു. തൊട്ടിലിൽ കിടന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങും. അപ്പോഴാണ് പുറത്തൊരു കാറിൻ്റെ ശബ്ദം കേട്ടത്. ഹേമ കാതോർത്തു. എന്നിട്ട് പറഞ്ഞു, തത്തയുടെ അച്ഛനെങ്ങാണോ ആണോ? ഇന്ന് വരാൻ യാതൊരു സാധ്യതയുമില്ല. അവിടെ ഇപ്പോൾ റിസപ്ഷൻ്റെ തിരക്കായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഈ സമയത്ത് ആദ്യ ഭാര്യയെ കാണാനായി ഇറങ്ങി പുറപ്പെട്ടാൽ പുതിയ ഭാര്യ സമ്മതിക്കുമോ? നന്ദനെ അങ്ങനൊന്നുമല്ല. പറഞ്ഞിട്ട് ശ്യാമ മുടന്തി പോയി കിടക്കയിലിരുന്നു. കിടക്കാൻ വരട്ടെ, ഹേമ പറഞ്ഞു. ആരാണെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ, എന്നിട്ട് മതിയില്ലോ നാടകം. ഹേമ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. ദേവന്റെ മുന്നിൽ നീ ഇങ്ങനെ എത്ര നാളാ അസുഖം ഭാവിച്ച് കിടക്കാൻ പോണത് മോളെ? അമ്മിണി ചോദിച്ചു. നിനക്ക് പുറത്തിറങ്ങി നടക്കാതെയും ജീവിക്കാതെയും പറ്റില്ലല്ലോ. എന്നായാലും ഒരു നാൾ നിന്റെ അസുഖം ഭേദമായ വിവരം ദേവൻ അറിയുകയും ചെയ്യും. എന്ന് വെച്ച് നന്ദനെ ഉപേക്ഷിക്കാനൊന്നും പോണില്ല. അതോർത്ത് നീ ഇങ്ങനെ കഷ്ടപ്പെടണ്ട.
അപ്പോൾ ഹേമ അവിടെ കൂടി വന്നു. ശ്യാമേച്ചി, ദേവേട്ടൻ തന്നെയാണ് വന്നിരിക്കുന്നത്, കൂടെ നന്ദേട്ടത്തിയും ഉണ്ട്. ശ്യാമയ്ക്ക് അത്ഭുതമായി. ഇന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. അവൾ താണ സ്വരത്തിൽ ശബ്ദിച്ചു. ദേവേട്ടൻ തന്നെ മറന്നില്ല എന്ന് ഓർത്തപ്പോൾ കണ്ണ് നിറയുകയും ചെയ്യും. ഞാൻ പോയി വാതിൽ തുറക്കാൻ പോവാ. ഹേമ വീണ്ടും തിരിഞ്ഞോടി. അവൾ ചെന്ന് വാതിൽ തുറന്നു. നന്ദന മുന്നോട്ട് വന്ന് ഹേമയുടെ കൈ കവർന്നു. വാതിൽ തുറക്കാൻ വൈകിയപ്പോൾ എന്തു പറ്റിയെന്ന് വിചാരിച്ചു. ശ്യാമേച്ചിയോട് വിവരം പറയാൻ ഓടിയതാ ഞാൻ. രാവിലെ മുതൽ നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി പ്രാർത്ഥനയാണിവിടെ. ശ്യാമ സംസാരിച്ചു തുടങ്ങിയോ? നന്ദനയ്ക്ക് അത്ഭുതം കൂറി. ഹേമയൊന്ന് പതറി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കൈകൾ കൂപ്പിപ്പിടിച്ച് മെല്ലെ ചുണ്ടനക്കും. ശ്യാമയ്ക്കപ്പോൾ കുറവുണ്ടല്ലേ? ആ, ഹേമ തലകുലുക്കി. നല്ല കുറവുണ്ട്. ശ്യാമേച്ചി ഇപ്പോൾ വളരെ സന്തോഷവതിയാ. നന്ദന തിരിഞ്ഞ് ദേവനെ നോക്കി. ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ഗുണമാ. അവിടെ ആയിരുന്നപ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പാവത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുമായിരുന്നു. നന്ദേച്ചിയും ദേവേട്ടനും അകത്തേക്ക് വരൂ. ഹേമ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. കാണാനായി കാത്തു കിടക്കുകയായിരുന്നു ശ്യാമേച്ചി. അവർ നടന്ന് ശ്യാമയുടെ കിടക്കയുടെ അരികിലെത്തി. ശ്യാമയുടെ കണ്ണുകൾ തുളുമ്പി. സങ്കടം കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിതുമ്പി. നന്ദൻ ആ കിടക്കയിലിരുന്നു. ശ്യാമയുടെ കൈ കവർന്ന് മൃദുവായി തലോടി. ദേവേട്ടൻ ഇന്നലെ വരാതിരുന്നതിൻ്റെ വിഷമാ അല്ലേ? അല്ല എന്ന് ശ്യാമ മുഖം ചലിപ്പിച്ചു. കണ്ണീരിൽ അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അമ്മ വിടാഞ്ഞിട്ടാ ദേവേട്ടൻ വരാതിരുന്നത്, നന്ദന പറഞ്ഞു. ഇവിടെ വന്ന് ശ്യാമയെ കാണാഞ്ഞിട്ട് ദേവേട്ടന് വല്ലാത്ത വിഷമമായിരുന്നു. അതുകൊണ്ടാ നിർബന്ധമായി എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നന്ദ പറഞ്ഞതിൽ അല്പം കളവുണ്ട്, ദേവൻ തിരുത്തി. നന്ദ എന്നെയാണ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നുവെച്ച് എനിക്കിഷ്ടമില്ലാതെയല്ല. നന്ദനയുടെ വശത്തുനിന്നൊരു പ്രോത്സാഹനം ഉണ്ടാവാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കൃതജ്ഞതയും വ്യസനവും കലർന്ന പുഞ്ചിരിയോടെ ശ്യാമ ദേവനെയും നന്ദയും മാറി മാറി നോക്കി. നന്ദന കിടക്കയിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. ദേവേട്ടന് ശ്യാമയെ സംസാരിക്കേ, ഞാനീ വീടൊക്കെ ഒന്ന് കാണട്ടെ. അവൾ ഹേമയുടെ കൈ പിടിച്ചു. വരൂ. നന്ദനയുടെ ആ കരുണയിൽ അമ്മിണിക്കാണ് ഏറ്റവും നന്ദി തോന്നിയത്. നന്ദനയോടും ഹേമയോടും ഒപ്പം അവരും പുറത്തേക്ക് നടന്നു. ഇതെന്താണ് ഇത്രയും അധികം അലമാരകൾ? നന്ദന ഹേമയോട് തിരക്കി. ഇതൊക്കെ അച്ഛൻ പണ്ട് ഹോട്ടൽ നടത്തിയിരുന്നപ്പോഴുണ്ടായിരുന്ന അലമാരകളാ. പലരും വന്ന് വിലയ്ക്ക് ചോദിച്ചു. അമ്മ കൊടുത്തില്ല. ഇപ്പോൾ എല്ലാം അച്ഛൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുക. സ്റ്റോറിലും ഹോട്ടലിലും ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. വലിയ തരം ചെമ്പുകൾ തന്നെ 4ഓ 5ഓ ഉണ്ട്. ഒന്ന് കാണിക്കാമോ? നന്ദന ചോദിച്ചു. ശ്യാമയ്ക്കും ദേവേട്ടനും കുറച്ച് സമയം നൽകാൻ വേണ്ടി മനഃപൂർവ്വമാണ് അവൾ കൗതുകം കാണിച്ചത്. അതിനെന്താ, മോള് വരൂ, എല്ലാം കാട്ടിത്തരാം. അമ്മിണിക്കായിരുന്നു ഏറെ ഉത്സാഹം. ദേവൻ അപ്പോൾ ശ്യാമയോട് ഒരിക്കൽ കൂടി ക്ഷമാപണം നടത്തുകയായിരുന്നു. ശ്യാമയ്ക്ക് മുമ്പേ നന്ദനയെ സ്നേഹിച്ചിരുന്നതാണ് ഞാൻ, അയാൾ പറഞ്ഞു. എന്നാലും ശ്യാമയെ കിടക്കുമ്പോൾ ഞാനൊരു 2ാം വിവാഹം ചെയ്യരുതായിരുന്നു. എനിക്കതറിയാം. ഒട്ടും ആഗ്രഹിച്ചതുമല്ല ഞാനത്. എന്നിട്ടും എങ്ങനെയോ അത് സംഭവിച്ചു. അമ്മയുടെ പ്രേരണയുണ്ടായിരുന്നു എന്നത് സത്യം. പക്ഷേ എനിക്ക് എതിർക്കാമായിരുന്നു, ഒഴിയാമായിരുന്നു. എന്തുകൊണ്ടോ എനിക്കത് കഴിഞ്ഞില്ല. ഞാൻ പോലും അറിയാതെ എല്ലാം സംഭവിച്ചു. വിധിയാവാം. ആരും എൻ്റെ നിസ്സഹായത വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കും. പതറിയ സ്വരത്തിലാണ് ശ്യാമയെ അറിയിച്ചത്. ദേവൻ ഞെട്ടിപ്പോയി. അയാൾ അമ്പരപ്പിൽ ശ്യാമയെ നോക്കി. ശ്യാമയാണോ ഇപ്പം സംസാരിച്ചത്? നിനക്ക് ഇത്ര വ്യക്തമായി സംസാരിക്കാൻ കഴിയുമോ ശ്യാമേ? ശ്യാമയൊന്ന് കുഴങ്ങി. പിന്നെ പറഞ്ഞു. കുറച്ച് ദിവസമായി. അപ്പോൾ ആ മരുന്നുകൾക്ക് നല്ല എഫക്റ്റ് ഉണ്ട്. നോക്കിക്കോളൂ. താമസിയാതെ നിനക്ക് എഴുന്നേറ്റ് നടക്കാനും കഴിയുമോളെ. ശ്യാമയുടെ കണ്ണുകൾ വീണ്ടും ഈറനായി. നിന്നോട് ഈ ചതി ചെയ്തത് ആരാണെന്ന് എനിക്കറിയണമെന്നുണ്ട് ശ്യാമ. ദേവൻ ശ്യാമയുടെ കൈ കവർന്നു. നിനക്ക് മാത്രം അറിയാവുന്ന സത്യമാണല്ലോ അത്. എന്നെ അത് ഇനിയെങ്കിലും അറിയിക്കില്ലേ നീ? കണ്ണുകൾ പൂട്ടി ഇല്ല എന്ന് ശ്യാമ മുഖം ചലിപ്പിച്ചു. ദേവേട്ടൻ അത് ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാ സംസാരിക്കാറായ കാര്യം ഞാൻ ഒളിച്ചത്. അഭിരാമിയാണോ അത് ചെയ്തത്? ദേവൻ ചോദിച്ചു. അതെങ്കിലും പറയൂ. മഹാപാപം, ശ്യാമ കരഞ്ഞു. അപൂർവ നന്മയുള്ളൊരു കുട്ടിയെ അഭിരാമി. ദേവേട്ടൻ ഒരിക്കലും അവളെ സംശയിക്കരുത്. മതി. ദേവൻ ശ്യാമയുടെ നെറുകയിൽ ചുംബിച്ചു. ഇത്ര അറിഞ്ഞാൽ മതി എനിക്ക്. അപ്പോഴേക്കും നന്ദനയും ഹേമയും അമ്മിണിയും മുറിയിലേക്ക് വന്നു. ഊണ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ഞാൻ നന്ദനോട് പറഞ്ഞു. അമ്മിണി ദേവനെ നോക്കി. നന്ദനയ്ക്ക് കുഴപ്പമില്ല, വിളമ്പിയാലോ ഞാൻ? അതിനെന്താ? ദേവൻ എഴുന്നേറ്റു. ഇതെൻ്റെ സ്വന്തം വീടല്ലേ, ഇന്നത്തെ അത്താഴം ഇവിടുന്നാവാം. ഊണ് കഴിച്ചിട്ട് ദേവൻ വീണ്ടും ശ്യാമയുടെ അരികിലെത്തി. പോട്ടെ ശ്യാമ, ഇടയ്ക്കിടെ വരാൻ ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേവേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുമോ? എന്നോട് പിണങ്ങുമോ? ശ്യാമ ചോദിച്ചു. ഇല്ല, ദേവൻ വാക്കു കൊടുത്തു. ശ്യാമ പറയൂ. ദേവേട്ടൻ ഇനിയും
കൂടെ കൂടെ ഇങ്ങോട്ട് വരരുത്. ദേവന്റെ മുഖം വിളറി. അതെന്താ ശ്യാമേ, എന്നെ കാണണത് ഇഷ്ടമല്ല? ദേവേട്ടനെ കാണണത് എനിക്ക് എത്ര സന്തോഷകരമാണെന്ന് ദേവേട്ടൻ എന്നെ അറിയാമല്ലോ. പക്ഷേ ദേവേട്ടന് പകരം ഞാൻ എൻ്റെ തത്തമോളെ കണ്ടോളാം. എനിക്കത് മതി. എന്തേ ശ്യാമ നിനക്ക് ഇങ്ങനെ തോന്നാൻ? നന്ദയെക്കുറിച്ച് നമ്മൾ ഓർക്കണ്ടേ ദേവേട്ടാ? നനഞ്ഞിടം കുഴിക്കാൻ പാടുണ്ടോ? അറിഞ്ഞു ദാനം നൽകുന്നവളാ നന്ദ. ഈ കരുണയ്ക്ക് മുമ്പിൽ ഞാൻ ആരുമല്ല, ഒന്നുമല്ല. നന്ദയ്ക്ക് വേദന ഉണ്ടാക്കുന്ന ഒന്നും ദേവേട്ടൻ ചെയ്യരുത്. നന്ദയ്ക്ക് വേദനയോ? നിനക്കറിയില്ലേ നന്ദയെ? എനിക്കറിയാം ദേവേട്ട, മറ്റാരേക്കാൾ അറിയാം. വേദനയുണ്ടായാലും പുറമേ അറിയിക്കില്ല നന്ദ. അതാ ആ മഹത്വം. എന്നാൽ നന്ദ എന്നെ പോലൊരു പെണ്ണാണ്. ഭർത്താവിൻ്റെ സ്നേഹം പങ്കിടുമ്പോൾ നെഞ്ചു നോവും. ഇല്ലെങ്കിൽ അവൾ മനുഷ്യ സ്ത്രീയല്ല. മുറിയുടെ വാതിക്കലെത്തിയ നന്ദന അത് കേട്ടു. അവൾ പിന്നോട്ട് ഒതുങ്ങി നിന്നു. എൻ്റെ ജീവിതം ജീവിതമേ അല്ല ദേവേട്ട. ഏത് വേദനയെ ഏറ്റുവാങ്ങാൻ പാകത്തിന് എൻ്റെ മനസ്സ് പാകമായിരിക്കണം. ഞാൻ അനുഭവിക്കണ സങ്കടം എന്തിന് ഞാൻ മറ്റുള്ളവർ കൂടി പകർന്നു നൽകണം? എവിടെയായാലും ദേവേട്ടൻ സന്തോഷമായി കഴിയണമെന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. ശ്യാമയ്ക്കറിയൂ, നിന്നെ കാണില്ല എന്ന കരാറിലല്ല ഞാൻ നന്ദയെ വിവാഹം കഴിച്ചത്. എനിക്കറിയാം അങ്ങനെ ഒരു കരാറിനും ദേവേട്ടൻ തയ്യാറാവില്ലെന്ന്. പക്ഷേ ഇപ്പോൾ ഞാനാണ് ആവശ്യപ്പെടുന്നത്. നന്ദയുടെ സന്തോഷത്തിന് നമുക്ക് അങ്ങനൊരു കരാറുണ്ടാക്കാം. ഇല്ല, ശ്യാമയ്ക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ എനിക്കെൻ്റെ തത്തമോളെ കാണണ്ടേ? തത്തമോളെ ദേവേട്ടൻ ആവശ്യപ്പെടുന്ന നിമിഷം ഹേമ അവിടെ എത്തിക്കും. നിന്നോട് എന്തിനാണ് ശ്യാമ ഇത്ര ക്രൂരത കാട്ടണത്? എന്നോട് ഏറ്റവും അലിവ് കാണിച്ചവരെ സന്തോഷിപ്പിക്കാൻ ദേവേട്ടൻ എന്നോട് കാണിച്ച കാരുണ്യത്തിന് അതിരില്ല. ഇപ്പോൾ നന്ദനയും എന്നോട് കരുണ കാണിക്കുന്നു. പകരം ഒന്നും തരാൻ എനിക്കില്ല. ഞാൻ വല്ലാതെ കടക്കാരിയാവുന്നു ദേവേട്ട. എനിക്ക് എന്തെങ്കിലും തരണമെന്നുണ്ട്. ഞാൻ എന്ന നിത്യവേദന കുറച്ച് നാൾ നിങ്ങളിൽ നിന്ന് മാറ്റി വെക്കട്ടെ. ഞാൻ അത്ര ആശ്വാസമെങ്കിലും നിങ്ങൾക്ക് ഞാൻ തരട്ടെ. കുറച്ച് സമയം ആലോചിച്ചു ദേവൻ. പിന്നെ പറഞ്ഞു, എന്നെ കാണാതിരുന്നാൽ നിനക്ക് ഉണ്ടാകുമെങ്കിൽ ഞാൻ ശ്രമിക്കാം. ദേവൻ പറഞ്ഞു, അത്രമേ എനിക്ക് പറയാനാവൂ. നിന്നെ കാണാതെ കഴിയാൻ പറ്റുമോയെന്ന് എനിക്ക് നിശ്ചയമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കതിനാവില്ലെന്നാണ് തോന്നണത്. എന്നാലും നിന്റെ കട ഏറാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ദേവൻ പുറത്തേക്ക് നടന്നു. വാതിക്കലെത്തിയ അയാൾ തിരിഞ്ഞു നോക്കി. ശ്യാമ ഏങ്ങലടിച്ച് കരയുകയാണ്. ഒരു നിമിഷം ശ്യാമയെ നോക്കി നിന്നിട്ട് ദേവൻ വീണ്ടും തിരിഞ്ഞു. മുന്നിൽ നന്ദന. ഒന്നും കേട്ടതായി അവൾ ഭാവിച്ചില്ല. ഞാനും ഒന്ന് ശ്യാമയോട് യാത്ര പറയട്ടെ. നന്ദന അകത്തേക്ക് ചെന്നു. ശ്യാമ കണ്ണു തുടച്ചു സങ്കടം നിയന്ത്രിച്ചു. ശ്യാമ വിഷമിക്കരുത്. നന്ദന ശ്യാമയെ നോക്കി. ദേവേട്ടൻ ഇടയ്ക്കിടെ വരും. ദേവേട്ടൻ മറന്നാലും ഞാനത് മറക്കില്ല. പിന്നെ ചികിത്സയും മുടക്കരുത്. അതിനുള്ള പണവും മുടങ്ങാതെ ഇവിടെത്തും. അതൊന്നും ദേവേട്ടൻ്റെ കടമയല്ല, എൻ്റെ കടമയാണ്. ശ്യാമ എൻ്റേതും കൂടിയാണ്. ശ്യാമ നിയന്ത്രണം തകർന്ന് ഏങ്ങി. കരയാതെ ശ്യാമ, നന്ദന പറഞ്ഞു. നിന്നെ മറന്നിട്ടൊരു ജീവിതം നന്ദനയ്ക്കില്ല. എനിക്ക് വേണ്ടി ഒഴിഞ്ഞു തന്നവളാണ് നീ. കുറച്ച് നാളെങ്കിലും ഞാൻ ജീവിച്ചോട്ടെന്ന് കരുതി. എനിക്കതറിയാം. അല്ല ശ്യാമ കരഞ്ഞു. ശ്യാമയുടെ കൈ പിടിച്ചു നന്ദന. തർക്കം വേണ്ട നമുക്ക്. സ്നേഹത്തിൻ്റെ കാര്യത്തിലെങ്കിലും നമുക്ക് മത്സരിക്കുകയും വേണ്ട. നമുക്ക് പരസ്പരം വഴങ്ങാം, അനുസരിക്കാം. ആരുടെ ഒന്നും വേണ്ട എന്ന ത്യാഗം അവസാനിപ്പിക്കുക. കൊടുത്തും കൊണ്ടും നമുക്ക് ജീവിക്കാം. അതാ സന്തോഷം. എല്ലാവരിൽ നിന്ന് കൊള്ളുകയാണ് ഞാൻ. ശ്യാമ പറഞ്ഞു. കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല. കൊടുക്കാൻ നിനക്കുണ്ട്. ശ്യാമയുടെ നെഞ്ചിൽ കൈവച്ചു നന്ദന. ഈ നെഞ്ച് നിറയെ സ്നേഹമില്ലേ? അത് മതി ഞങ്ങൾക്ക്. ശ്യാമയ്ക്ക് ഉത്തരം മുട്ടി. നന്ദന എഴുന്നേറ്റു. അപ്പോൾ ശരി, പോയിട്ട് വരാം. സ്നേഹപൂർവ്വം ശ്യാമയുടെ കവിളിൽ തട്ടിയിട്ട് അവൾ തിരിഞ്ഞു നടന്നു. അവരെ യാത്ര അയച്ചു വന്ന അമ്മിണി ശ്യാമയോട് പറഞ്ഞു, എത്ര നല്ല കുട്ടി. സത്യത്തിൽ ദേവൻ നന്ദനെ വിവാഹം ചെയ്തത് നിന്റെ ഭാഗ്യമായി നിനക്ക് കരുതാം മോളെ. ദേവൻ ഒരു നല്ല ജീവിതമായി. നിനക്കൊന്നും നഷ്ടപ്പെടുകയുമില്ല. പണ്ട് രാജകൊട്ടാരങ്ങളിൽ സപത്നിയാർ ഒരുമിച്ച് ജീവിക്കാറില്ലേ? പരസ്പരം സ്നേഹിച്ച്. ശ്യാമ മറുപടി ഒന്നും പറഞ്ഞില്ല. രാത്രി വളരെ വൈകിയാണ് ദേവനും നന്ദനയും ഭാഗ്യോദയത്തിലെത്തിയത്. ഭാഗ്യം ഊണ് കഴിക്കാതെ ഉറക്കമിളച്ച് കാത്തിരിക്കുകയായിരുന്നു. നന്ദന നേരെ ഓടിയത് ടെലിഫോണിനരികിലേക്കാണ്. അവൾ വീട്ടിലേക്ക് വിളിച്ചു. അച്ഛാ, അച്ഛൻ ഉറങ്ങിയോ? ഇല്ല മോളെ, എന്താടി? മാഷി ചോദിച്ചു. അച്ഛനെ ഒന്ന് വിളിച്ചിട്ട് ഉറങ്ങാന്ന് വെച്ചാ. ആദ്യമായിട്ടല്ലേ ഞാൻ അച്ഛൻ്റെ അടുത്തൊന്ന് പിരിഞ്ഞ്. നിന്റെ വിളിക്കായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നീ ഇപ്പോൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നു.
മോൾ അച്ഛനെ മറന്നോന്നറിയാൻ ഒന്ന് പരീക്ഷിച്ചതാ ഞാൻ എൻ്റെ അച്ഛനെ മറക്കുവോ? നന്ദന കൊഞ്ചി. എൻ്റെ ഇഷ്ടമെല്ലാം സാധിച്ചു തന്നില്ലേ എൻ്റെ അച്ഛൻ. ആ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ഭാഗ്യത്തിന് വല്ലാത്ത ഈർഷ്യ തോന്നി. അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ രാവിലെ അങ്ങടെത്താം. നന്ദന ഫോൺ വെച്ചു. രാവിലെ ഒന്നും പോകാൻ പറ്റില്ല, ഭാഗ്യം പറഞ്ഞു. 4 നാൾ കഴിഞ്ഞേ സ്വന്തം വീട്ടിലേക്ക് പോകാവൂ. അതാ പഴയ ചട്ടം. അച്ഛൻ അവിടെ തനിച്ചല്ലേ അമ്മേ? നന്ദന ചോദിച്ചു. അതിനെന്താ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേലക്കാരില്ലേ? നന്ദനയുടെ മുഖം ഇരുണ്ടു. മോള് വാ. ഭാഗ്യം നന്ദനയുടെ കൈ പിടിച്ചു. നമുക്ക് ഊണ് കഴിക്കാം, നേരെ ഒത്തിരിയായി. നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു അമ്മ. ഞങ്ങൾ ഊണ് കഴിച്ചമ്മേ, നന്ദന പറഞ്ഞു. എവിടുന്ന്? ഭാഗ്യത്തിൻ്റെ കണ്ണു മിഴിഞ്ഞു. ശ്യാമയുടെ വീട്ടിൽ നിന്ന്. ഭാഗ്യത്തിൻ്റെ മുഖം ചുമന്നു, ചുണ്ടുകൾ വിറച്ചു. രോഷത്തിൽ അവർ നന്ദനയുടെ കൈ വലിച്ചെറിഞ്ഞു. എന്താ അമ്മേ? നന്ദന അമ്പരപ്പിൽ ഭാഗ്യലക്ഷ്മിയെ നോക്കി. ഭാഗ്യലക്ഷ്മിയിൽ വല്ലാത്ത അന്തസംഘർഷമുണ്ടായി. മറ്റൊരു പെണ്ണിൻ്റെ കണ്ണീരും നൊമ്പരവും അവഗണിച്ചുകൊണ്ട് താൻ തന്ത്രപൂർവ്വം മരുമകളാക്കിയവളാണിവൾ. അതിനായി ഒരുപാട് കളി കളിച്ചു. ദേവനെ വഴിക്ക് കൊണ്ടുവരാൻ പെട്ട പാടിന് കണക്കില്ല. എന്നിട്ട് വന്നു കയറിയ ഉടനെ അവളെ പിണക്കി അകറ്റണോ? നഷ്ടം തനിക്കാണ്. ക്ഷോഭം അടക്കി ഭാഗ്യം കണ്ണ് നനയിച്ചുകൊണ്ട് വീണ്ടും നന്ദനയുടെ കൈ പിടിച്ചു. മോള് വരാൻ വേണ്ടി ഊണ് കഴിക്കാതെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്നിട്ട് നിങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്കത് സഹിക്കാനായില്ല. അയ്യോ സോറി അമ്മേ. ഭാഗ്യത്തിൻ്റെ ചുമലിൽ തഴുകി നന്ദന. ഊണ് കഴിക്കാതെ അമ്മ കാത്തിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ശ്യാമയുടെ അമ്മ ഊണ് കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ നിരസിക്കാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി. അവരുടെ മകളുടെ സ്ഥാനത്ത് കയറിപ്പറ്റിയവളല്ലേ ഞാൻ. എന്നാര് പറഞ്ഞു? ഭാഗ്യം ചോദിച്ചു. നിന്റെ സ്ഥാനത്ത് കയറിപ്പറ്റിയവളാ അവരുടെ മകൾ. ദൈവം അവളെ പുറത്താക്കി നിന്നെ തന്നെ ഇവിടെ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. വാ, മോളും കൂടി വന്ന് അമ്മയുടെ ഒപ്പം ഇരിക്കും. എന്നാലേ അമ്മയെ ഭക്ഷണം കഴിക്കൂ. സ്നേഹിച്ചാൽ ഞാൻ അങ്ങനെയാ, എൻ്റെ പ്രാണം പറിച്ചു കൊടുക്കും. ഞാൻ സ്നേഹിക്കണവർ ചെറുതായി ഒന്ന് അവഗണിച്ചാൽ മതി. എനിക്കത് സഹിക്കേയില്ല. അതാ എൻ്റെ പ്രകൃതം. അമ്മ വിഷമിക്കണ്ട, ഞാനും വരാം. ഭാഗ്യത്തോടൊപ്പം നന്ദന ഊണ് മുറിയിലേക്ക് ചെന്നു. ഭാഗ്യത്തിന് ഊണ് വിളമ്പി കൊടുത്തത് നന്ദനയാണ്. ഭാഗ്യത്തിന് സന്തോഷമായി. ഓ, ശ്യാമയുടെ അമ്മയുടെ അവിയലിൻ്റെ ഒരു സ്വാദ്. വിളമ്പുന്നതിനിടയിൽ നന്ദന പറഞ്ഞു. അമ്മ ഊണ് കഴിച്ചില്ല എന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അതിൽ കുറച്ച് എടുത്തുകൊണ്ട് പോന്നേനെ ഞാൻ. ഭാഗ്യത്തിൻ്റെ മുഖം ഇരുളുന്നത് നന്ദന കണ്ടു. ഈ പറഞ്ഞത് ഇത്ര അപരാധമായി പോയോ എന്നവൾ സംശയിച്ചു. ഏതായാലും കൊണ്ടുവരാതിരുന്നത് നന്നായി, ഭാഗ്യം പറഞ്ഞു. മോൾ കൊണ്ടുവന്നാൽ ഞാനെങ്ങനെയാ നിഷേധിക്കുക? എന്നാലും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ഭാഗ്യം തൊടില്ല മോളെ. ശ്യാമയോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവളുടെ അമ്മയെ അനിയത്തിയും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ശ്യാമ എൻ്റെ മോൻ്റെ കുട്ടിയെ പ്രസവിച്ചവളാണല്ലോ, കാല് വയ്യാത്തവളും. അതിനെ ഞാൻ വെറുക്കണില്ല. പക്ഷേ അവളുടെ അമ്മ അനിയത്തി ഭയങ്കരികളാ. ഇവിടെ വന്നു നിന്ന് രാജുവിൻ്റെ ഭാര്യയുടെ കൂട്ട് ചേർന്ന് എനിക്ക് ഇന്ദുവിനും എതിരെ എന്തൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെന്നറിയാമോ? ഒക്കെ അമ്മയുടെ തെറ്റിദ്ധാരണകളാ എന്ന് പറയണമെന്നുണ്ടായിരുന്നു നന്ദനയ്ക്ക്. അതും ഇഷ്ടമായില്ലെങ്കിലോ എന്ന് അവൾ ഓർത്തു. വഴക്കടിക്കാനോ ആരെങ്കിലും നന്നാക്കിയെടുക്കാനോ അല്ല താൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. കഴിയുന്നത്ര പൊരുത്തപ്പെട്ടു പോകുന്നതാണ് നല്ലതെന്ന് നന്ദനയ്ക്ക് തോന്നി. എല്ലാറ്റിലും ചീത്ത അവളാ, അഭിരാമി, രാജുവിൻ്റെ ഭാര്യ. ഭാഗ്യം തുടർന്നു. എൻ്റെ മകൻ്റെ ജന്മം അവൾ തകർത്തു. കുട്ടികളുണ്ടാവില്ല അവൾക്ക്, അതവൾ ഒളിപ്പിച്ചു വെച്ചു. അതെങ്ങനെ അമ്മേ ഒളിപ്പിച്ചു വെക്കുന്നത്? നന്ദന ചോദിച്ചു. കല്യാണം കഴിച്ച് കുറച്ചുനാൾ ഒരുമിച്ച് ജീവിച്ചാലല്ലേ കുട്ടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. വിവാഹത്തിന് മുമ്പ് ദേഹപരിശോധന നടത്തി സർട്ടിഫിക്കറ്റുകൾ പരസ്പരം കൈമാറുന്ന പതിവ് നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ടില്ലല്ലോ. ആ ചോദ്യം ചെയ്യൽ ഭാഗ്യത്തിന് ഒട്ടും ഇഷ്ടമായില്ല. എങ്കിലും അവർ ക്ഷമിച്ചു. നന്ദന കോളേജ് അധ്യാപികയാണ്. അവളുടെ ചിന്താഗതിയായിരിക്കാം പറഞ്ഞത്. അഭിരാമിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല മോളെ, ഭാഗ്യം പറഞ്ഞു. അവൾക്ക് രാജുവിന് മുമ്പേ ഏതൊക്കെയോ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ കാമുകനെ അവൾ കൊന്നുകളഞ്ഞതാണെന്നാ കേൾവി. പത്രത്തിലൊക്കെ വന്നതാ. അച്ഛൻ്റെ സ്വാധീനത്തിലും പണത്തിലും അതൊക്കെ തേച്ചു മാച്ചു കളഞ്ഞു. അങ്ങനെയാ അയാളുടെ സമ്പാദ്യം മുഴുവൻ തീർന്നത്. എന്നിട്ട് കോടികൾ സ്ത്രീധനം തരാമെന്നും പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് ഇവിടെ കടന്നുകൂടി. മോൾക്കറിയാമല്ലോ, കുറേ നാളാ തന്തയും തള്ളയും കൂടി ഇവിടെ അല്ലായിരുന്നോ? നന്ദനയ്ക്ക് ആ പരദൂഷണം സഹിക്കുന്നില്ലായിരുന്നു. അച്ഛനായാലും അന്യരെ ദുഷിക്കുന്നത് കേട്ടാൽ അവൾ ചോദ്യം ചെയ്യും. ഇവിടെ പക്ഷേ നന്ദന കടിച്ചു പിടിച്ച് സഹിച്ചു. മോൾ ഒരു കാര്യം ചെയ്യണം, ഭാഗ്യം അറിയിച്ചു. അവളുമായി വലിയ കൂട്ടുകെട്ടിനൊന്നും പോവണ്ട. എനിക്കെതിരെ മോളെ തിരിക്കാനേ അവൾ ശ്രമിക്കൂ. ഞാൻ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അമ്മേ. അമ്മയ്ക്കെതിരായി എൻ്റെ അടുത്ത് വല്ലതും പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുമോ?
ആരും പറഞ്ഞു തരാതെ തന്നെ അമ്മ എനിക്കറിയില്ലേ. ഭാഗ്യത്തിന് ആ മറുപടി നന്നേ ഇഷ്ടമായി. അന്യരുടെ കുറ്റവും പറഞ്ഞു വരുന്നവർ ആരായാലും അവരെ ഞാൻ അകറ്റി നിർത്തുകയുള്ളൂ. നന്ദന പുഞ്ചിരിച്ചു. സത്യത്തിൽ അത് ഭാഗ്യത്തിനും കൂടിയുള്ള താക്കീതായിരുന്നു. ഭാഗ്യത്തിന് പക്ഷെ അത് മനസ്സിലായില്ല. നന്നായി, മോൾ അവളെ അകറ്റി നിർത്തണത് തന്നെയാണ് നല്ലത്. മഹാറാണിയായി അവളെ ഈ വീട്ടിലേക്ക് വരവേറ്റത് ഞാൻ. എന്നിട്ട് അവൾ ഈ വീട് കുളം തോണ്ടാനാ നോക്കിയത്. മോൾക്ക് കൂട്ടുകൂടണമെങ്കിൽ എന്തുകൊണ്ടല്ലോ. ഒരുമിച്ച് പുറത്തു പോകണമെങ്കിൽ അവൾ തയ്യാറാ. അവൾ ഡ്രൈവും ചെയ്യും. വല്ല പർച്ചേസോ മറ്റോ വേണമെങ്കിൽ ഇന്ദുവിനെ വിളിച്ചാൽ മതി. വേണച്ചാ ഞാനും കൂടെ വരാം. അതിനൊന്നും ദേവനെ കാക്കേണ്ട കാര്യവുമില്ല. അവൻ്റെ സ്വഭാവം അറിയാലോ. ഒരു സൗന്ദര്യബോധം ഒന്നും ഉള്ള തരമല്ല. അതിനൊക്കെ ഇന്ദുവാ മുന്നിൽ. പർച്ചേസിനൊക്കെ പോകാനും സെലക്ട് ചെയ്യാനും എനിക്കും താല്പര്യമാണ്. ഷോപ്പിങ്ങിന് പോകുമ്പോൾ എൻ്റെ മിക്ക കൂട്ടുകാരികളും എന്നെ വിളിക്കും. നന്ദന പുഞ്ചിരിയോടെ തലകുലുക്കി. ഭാഗ്യത്തിന് സന്തോഷമായി. പക്ഷേ ആ സംസാരം കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്നിരുന്ന ദമയന്തി നന്ദനയോട് പറഞ്ഞു, അമ്മ പറയണതൊന്നും അതേപടി വിശ്വസിക്കണ്ട കേട്ടോ മോളെ. മരുമകൾ പണക്കാരിയാണെങ്കിൽ ആദ്യമേ എടുത്ത് തലയിൽ വെക്കണത് കൊച്ചമ്മയുടെ ശീലമാ. ഇച്ച തെറ്റിയാൽ മതി, അതേപടി എടുത്ത് താഴേക്കെറിയും. രണ്ടുപേരെ ഇവിടെ ഇട്ട് വട്ടം കറക്കണത് ഞാൻ കണ്ടതാ. മരുമക്കളെ മാത്രമല്ല, വേലക്കാരികളെ പോലും സമാധാനമായി ജീവിപ്പിക്കില്ല ഈ കൊച്ചമ്മ. എന്നിട്ടെന്തേ ദമയന്തി ഇവിടം വിട്ടു പോകാത്തത്? നന്ദന ചോദിച്ചു. എനിക്കിവിടെ സുഖമാ മോളെ. ദമയന്തി ചിരിച്ചു. ഈ കൊച്ചമ്മയുടെ 10 മടങ്ങാ ഞാൻ. എൻ്റെ അടുത്ത് ആ വേലത്തരമൊന്നും ചെലവാകില്ല. മാത്രമല്ല കൊച്ചമ്മയ്ക്കിപ്പോ എന്നെ പേടിയുമാ. എന്ത് പറഞ്ഞാലും ഉരുളയ്ക്കുപ്പേരി പോലെ കൊടുക്കും ഞാൻ മറുപടി. മര്യാദക്കാരിയായ കൊച്ചമ്മമാരോടൊപ്പം പണിയെടുക്കുമ്പോൾ നമുക്കവരെ പറ്റിക്കാൻ തോന്നൂല. പറ്റിച്ചാലും വല്ലാത്ത മനപ്രയാസം തോന്നും. ഇതുപോലുള്ളവരെടുത്ത് നമുക്ക് എന്തും കാട്ടാം, ദൈവം ചോദിക്കൂല. അപ്പോ ദമയന്തി ആളത്ര ശരിയല്ല. നന്ദന അർത്ഥഗർഭമായി ദമയന്തിയെ നോക്കി. അത് പിന്നെ ചോദിക്കണോ? ദമയന്തി വീണ്ടും ചിരിച്ചു. മനുഷ്യരുടെ തനിനിറം കാണണമെങ്കിൽ വീട്ടുവേലക്കാരികളായി വലിയ ഇടങ്ങളിൽ പണിക്ക് ചെല്ലണം. നമ്മൾ പാവമായിരുന്നാൽ നമ്മളെ ഇട്ട് ചവിട്ടി തോക്കും. കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി എങ്ങനെ പാവമായിരുന്നാൽ പറ്റില്ലെന്ന് ബോധ്യമാവും. നന്ദനയുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. കൊച്ചമ്മ പറഞ്ഞത് കേട്ടില്ലേ മോള്? ദമയന്തി ചോദിച്ചു. അഭിരാമി മോൾക്ക് കുട്ടികളുണ്ടാവില്ലെന്നും. അപ്പോൾ കൊച്ചമ്മയുടെ സ്വന്തം മോൾക്കോ? നന്ദനയിൽ ഞെട്ടലുണ്ടായി. അവനവൻ്റെ മന്ത് മൂടി വെച്ചോണ്ട് അന്യൻ്റെ മന്തിലേക്ക് കൈ ചൂണ്ടരുത് മോളെ. അത് ദൈവം ക്ഷമിക്കൂല. നന്ദനയ്ക്ക് ആ സംസാരം മതിയായി. കുഞ്ഞു പണക്കാരിയാ, ദമയന്തി തുടർന്നു. എന്തിനും പോന്ന അച്ഛനുമുണ്ട്. എന്നാലും സൂക്ഷിക്കണമെന്നേ ദമയന്തി പറയൂ. ദേവമോൻ പാവാ, നല്ലവനുമാ. പക്ഷേ നിങ്ങളെ തമ്മിൽ തല്ലിക്കാൻ പോലും ഈ കൊച്ചമ്മ മടിക്കൂല. കൊച്ചമ്മയ്ക്ക് അത് ആവശ്യമായി വന്നാൽ. ഇതൊക്കെ സത്യമായാലും ദമയന്തി ഇതൊന്നും ഇവിടുത്തെ മരുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഒരു വീട്ടുവേലക്കാരിയുടെ ധർമ്മമല്ലത്. എനിക്കതറിയാം. വീണ്ടും ചിരി. വീട്ടുവേലക്കാരിയായാലും ഞാനൊരു മനുഷ്യ സ്ത്രീയാ. വീട്ടുവേലക്കാരി എന്ന് എൻ്റെ നെറ്റിൽ എഴുതി ഒട്ടിച്ചിട്ടുമില്ല. പണിയെടുക്കുമ്പോൾ ഞാൻ വേലക്കാരിയാ. അല്ലാത്തപ്പം മനസ്സും ബുദ്ധിയും മനോധർമ്മവുമുള്ളൊരു മനുഷ്യജീവിയാ. ഈ വീട്ടിൽ ഒരാളെ തല്ലിക്കൊല്ലാൻ നോക്കിയാൽ തടസ്സം പിടിക്കേണ്ട കടമ ഇവിടുത്തെ വീട്ടുവേലക്കാരിക്കില്ല. പക്ഷേ ഞാൻ കണ്ടാൽ തടസ്സം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തല്ലി അലച്ച് നിലവിളിക്കാനെങ്കിലും ശ്രമിക്കും. ആരെന്നെ തല്ലിക്കൊന്നാലും വേണ്ടിയില്ല. നന്ദനയ്ക്ക് ശരിക്കും ഉത്തരം മുട്ടി. ദമയന്തിയിൽ നിന്ന് താൻ ഒരു പാഠമാണ് പഠിച്ചതെന്ന് അവൾക്ക് തോന്നി. മോളെന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? ഭാഗ്യം നന്ദനയെ തിരക്കിയെത്തി. മോള് വരൂ, നിനക്കും ദേവനുമായി അമ്മ താഴത്തെ മുറി ഒരുക്കിയിട്ടുണ്ട്. താഴെയുള്ളതിൽ ഏറ്റവും നല്ല മുറിയാ. കട്ടിലിൽ മുല്ലപ്പൂമാല കെട്ടിയിട്ട് അലങ്കരിക്കണമെന്നുണ്ടായിരുന്നു. ദേവൻ സമ്മതിക്കണ്ടേ? ഏതായാലും മോൾ അച്ഛനോട് പറഞ്ഞ് ആ മുറിയിൽ ഒരു AC പിടിപ്പിക്കണം. മുകളിലത്തെ രാജുവിൻ്റെ മുറി AC-യാ. ദേവൻ അത്ര ഭ്രമങ്ങളൊന്നുമില്ല. പക്ഷെ മോൾ അങ്ങനെ ആവരുത്. മനുഷ്യരായാൽ സുഖമായി ജീവിക്കണം. അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ. ശരിയമ്മേ, ഞാൻ അച്ഛനോട് പറയാം. പറയുമ്പോൾ നന്ദനയുടെ മനസ്സ് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ മുറിയിൽ AC ഉണ്ടായിരുന്നു, ഭാഗ്യം പറഞ്ഞു. അത് കേടായി. പുതിയതൊന്നും വാങ്ങിയതുമില്ല. ദേവൻ്റെ അച്ഛൻ പെൻഷനല്ലേ ഞങ്ങൾക്കിപ്പോൾ ഏക വരുമാനം. മക്കളെല്ലാം നല്ല നിലയിലായെങ്കിലും ഞങ്ങൾക്കതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലല്ലോ. ആ സംസാരത്തിൽ നിന്ന് അമ്മ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നന്ദനയ്ക്ക് മനസ്സിലായി. പക്ഷേ അവൾ അത് മനസ്സിലായതായി നടിച്ചതേയില്ല. മോള് വരൂ. ഭാഗ്യ നന്ദനയെ കൈ പിടിച്ച് നടത്തി. മോളെ കാത്തിരിക്കുക ദേവൻ.
സത്യത്തിൽ ഞാനല്ല നിന്നെ ദേവൻ്റെ അടുത്ത് എത്തിക്കേണ്ടവൾ, ഇന്ദുവ. അവൾ പക്ഷേ തലവേദനയായി കിടക്കുക. ഞാൻ തനിയെ പൊയ്ക്കോളാം അമ്മേ, നന്ദന പറഞ്ഞു. അതൊന്നും വേണ്ട. ഭാഗ്യം നന്ദനയുടെ കൈ വിട്ടില്ല. എൻ്റെ നിർബന്ധത്തിലും പിടിവാശിയിലും നടന്ന കല്യാണമായത്. മോൾക്കറിയോ, ദേവന് പോലും മനസ്സ് കുറവായിരുന്നു. പക്ഷേ എൻ്റെ നന്ദനമോൾ ഈ വീട്ടിൽ വന്ന് കയറണമെന്നത് അമ്മയുടെ ജീവിതാഭിലാഷമായിരുന്നു. എന്നെ സ്നേഹിക്കാനും അവസാന കാലത്ത് എന്നെ ശുശ്രൂഷിക്കാനും ഒരാൾ വേണം. ഇന്ദുവിനെ പോലും ഞാൻ അതിന് പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ട് ഞാൻ തന്നെ മോളെ ദേവന്റെ മുറിയിൽ കൊണ്ടുവന്നാക്കും. നന്ദന വഴങ്ങിക്കൊടുത്തു. എങ്കിലും ഭാഗ്യം പറഞ്ഞൊരു വാചകം അവളെ വല്ലാതെ നോവിച്ചു. ദേവന് പോലും മനസ്സ് കുറവായിരുന്നു എന്നത് നന്ദനയ്ക്ക് എപ്പോഴും സംശയമുണ്ടായിരുന്ന കാര്യവുമാണത്. ദേവൻ തന്നെ സ്വീകരിച്ചത് പൂർണ്ണ മനസ്സോടെയല്ല. ആ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ശ്യാമ മാത്രമാണോ? ദാ ഇനി അകത്തേക്ക് പൊയ്ക്കോളൂ. നന്ദനയെ ദേവന്റെ മുറിയുടെ വാതിക്കൽ എത്തിച്ചിട്ട് ഭാഗ്യം പറഞ്ഞു. എൻ്റെ മോൾക്ക് നീ സ്വപ്നം കണ്ട പോലുള്ളൊരു നല്ല ജീവിതം ഉണ്ടാവാൻ ഈ രാത്രി മുഴുവൻ അമ്മ പ്രാർത്ഥിക്കും. അവർ തിരിഞ്ഞു നടന്നു. വാതിക്കൽ നിന്ന് നന്ദന അകത്തേക്ക് നോക്കി. ജനലരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ദേവേട്ടൻ. എന്തോ ജാള്യതയുള്ളതുപോലെയാണ് ആ നിൽപ്പ്. അതെന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. സ്വന്തം താല്പര്യപ്രകാരമായിരുന്നില്ലേ ഈ വിവാഹം? നന്ദന മെല്ലെ അകത്തേക്ക് കാലെടുത്ത് വെച്ചു. കാലച്ച കേട്ടിട്ടെന്നോണം പെട്ടെന്ന് ദേവൻ തിരിഞ്ഞു നോക്കി. ആ മുഖത്ത് പുഞ്ചിരി വിടർന്നു. വരൂ നന്ദ, ദേവൻ ക്ഷണിച്ചു. എന്തേ ഇത്ര വൈകിയത്? അമ്മയുടെ കസ്റ്റഡിയിലായിരുന്നോ? പാവം, നമ്മൾ വരാൻ വേണ്ടി അമ്മ ഊണ് കഴിക്കാതെ കാത്തിരിക്കുകയായിരുന്നു, നന്ദന പറഞ്ഞു. ഞാൻ കൂടെ ചെന്നിരുന്നത് കൊണ്ടാ അമ്മ ഒരല്പം കഴിച്ചത്. എൻ്റെ അമ്മ പാവമാണെന്ന് നന്ദയ്ക്ക് യഥാർത്ഥമായും തോന്നുന്നുണ്ടോ? ഞാൻ അമ്മയില്ലാത്തവളല്ലേ? ആ ഒരു വാചകത്തിൽ നന്ദന മറുപടി ഒതുക്കി. നന്ദ ബുദ്ധിമതിയാണെന്ന് ദേവൻ അറിയാമായിരുന്നു. വിവേകിയും. ഒരിക്കൽ തന്നെ ജീവനുപരി സ്നേഹിച്ചിരുന്നപ്പോഴും സ്വന്തം അച്ഛൻ വിലക്കിയപ്പോൾ അവൾ സമചിത്തതയോടെ ആ തീരുമാനത്തിന് വശംവദയായി. എന്നിട്ടും മറ്റൊരാളെ വിവാഹം കഴിക്കാൻ നന്ദ തയ്യാറായില്ല. സമയമെടുത്തായാലും അവൾ അച്ഛൻ്റെ തീരുമാനത്തെ തിരുത്തി. ശ്യാമ കിടപ്പിലായ ശേഷം വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പ്രേരണയുണ്ടായപ്പോൾ അത്യധികമായ ആഗ്രഹമോ ആവേശമോ ഒന്നും പ്രകടമാക്കിയില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. പുതിയ ജീവിതം ആരംഭിക്കും മുമ്പ് ശ്യാമയെ ചെന്ന് കണ്ട അനുഗ്രഹം വാങ്ങാനും മടിച്ചില്ല. ശ്യാമയുടെ അതേ നന്മ തന്നെ നന്ദനയ്ക്കുമുണ്ട്. ഔചിത്യപൂർവ്വം തീരുമാനമെടുക്കാനുള്ള തൻ്റെ ഇടമാണെങ്കിൽ ശ്യാമയേക്കാൾ അധികവും. ഈ വീട് വിട്ടിറങ്ങേണ്ട സന്ദർഭത്തിൽ ഇറങ്ങിപ്പോവാനുള്ള തൻ്റെ ഇടം കാണിച്ചിരുന്നെങ്കിൽ ശ്യാമ തളർന്നു വീടില്ലായിരുന്നു. പാവം, അവൾ ഭൂമിയേക്കാൾ ക്ഷമയുള്ളവളായിപ്പോയി. നന്ദ ഇരിക്കൂ, ദേവൻ കിടക്കയിലേക്ക് ക്ഷണിച്ചു. നിന്ന് കാല് വേദനിപ്പിക്കണ്ട, നന്ദന പുഞ്ചിരിച്ചു. അവൾ വന്ന് കിടക്കയിലിരുന്നു. ഈ മുറിയുടെ വാതിക്കൽ എത്തിക്കുമ്പോൾ അമ്മ പറഞ്ഞ വാചകം ഞാൻ ഓർക്കുക. കുനിഞ്ഞ മുഖത്തോടെയാണ് നന്ദന പറഞ്ഞത്. അമ്മയുടെ നിർബന്ധത്തിലും പിടിവാശിയിലും നടന്ന കല്യാണമാണത്രേ ഇത്. ദേവേട്ടന് പോലും മനസ്സ് കുറവായിരുന്നത്രേ. ദേവൻ അത്ഭുതത്തിൽ നന്ദനെ നോക്കി. നമ്മൾ ജീവിക്കാൻ ആരംഭിക്കുക, നന്ദന തുടർന്നു. അതിനു മുമ്പ് എല്ലാം തുറന്നു പറയാന്ന് വെച്ചാ. അത് നല്ലതാ നന്ദ, ദേവൻ സമ്മതിച്ചു. നന്ദയ്ക്ക് എന്നോടെല്ലാം പറയാം. എനിക്കാണെങ്കിലും തൻ്റെ അടുത്തുനിന്ന് ഒന്നും ഒളിക്കാനില്ല. ഒരിക്കൽ ദേവേട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിച്ചതാ. അന്നു ഞാൻ മാത്രമായിരുന്നു ഈ മനസ്സിൽ. ശരിയാ, ദേവൻ തലകുലുക്കി. പക്ഷേ അച്ഛന് വേണ്ടി നന്ദയ്ക്ക് എന്നെ ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ? അതോടെ നന്ദയെ വെറുതെ വിടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഞാൻ ദേവേട്ടനെ ഉപേക്ഷിച്ചോ? നന്ദന വ്യസനത്തിൽ ദേവനെ നോക്കി. അച്ഛൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ കൂടെ ഇറങ്ങിപ്പോരാൻ മനസ്സ് വന്നില്ലെന്ന് മാത്രം. അപ്പോഴും ഞാൻ കാത്തിരുന്നത് ദേവേട്ടന് വേണ്ടിയാ. ഇപ്പോഴെങ്കിലും അത് ബോധ്യമായല്ലോ. ദേവന്റെ മുഖത്ത് നിസ്സഹായത പ്രകടമായി. ദേവേട്ടൻ പക്ഷേ എന്നെ മറന്നു. മറന്നതല്ല, ദേവനിടയിൽ കയറി. തന്നെ വെറുതെ വിടണതാ നല്ലതെന്ന് എനിക്ക് തോന്നി. അച്ഛനും മകളും, മകൾക്ക് അച്ഛനും മാത്രമാ. നിങ്ങൾക്കിടയിൽ ഞാനൊരു മതിലാകണ്ടെന്ന് തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. എന്നെ മനസ്സിൽ നിന്ന് പുറത്താക്കിയില്ലേ? നന്ദന ചോദിച്ചു. ഇല്ല, ദേവൻ പറഞ്ഞു. അക്കാലത്ത് ഞാൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് എനിക്കേ അറിയൂ. എന്നിട്ട് ശ്യാമയുടെ ജീവിതത്തിലേക്ക് പോയില്ലേ? അത് വ്യത്യസ്തമായൊരു കഥയാ നന്ദ. നടന്നുകൊണ്ടാണ് ദേവൻ പറഞ്ഞത്. ശ്യാമയോടുണ്ടായത് പ്രേമമോ സ്നേഹമോ അഭിനിവേശമോ ഒന്നുമല്ല. വെറും കരുണ, ഒരു തരം അലിവ്. ചിറക് മുറിഞ്ഞ് താഴെ വീണ ഒരു പക്ഷിക്കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത് പോലെ. സത്യമാ ഞാൻ പറയണത്. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. ദേവകുമാരൻ പറഞ്ഞത് അവൾക്ക് അതേപടി വ്യക്തമായി. വിവാഹം കഴിക്കുകയായിരുന്നില്ല ഞാൻ അവളെ, രക്ഷിക്കുകയായിരുന്നു.
ആപത്തിൽ നിന്ന് കൈപിടിച്ച് കര കയറ്റുന്നത് പോലെ. എൻ്റെ അനിയൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അവളുടെ അച്ഛനും വാക്കു കൊടുത്തു. അവനെ മരുമകനായി പ്രതീക്ഷിച്ച് ആ മനുഷ്യൻ കടമെടുത്ത് വീട് മോടി പിടിപ്പിച്ചു. അത് കഴിഞ്ഞാണ് ശ്യാമയുടെ അംഗവൈകല്യം രാജു അറിഞ്ഞത്. വിവാഹ തീരുമാനത്തിൽ നിന്ന് അവൻ ഒഴിഞ്ഞപ്പോൾ ശ്യാമയുടെ അച്ഛന് ഹൃദയം തകർന്നു മരിച്ചു. നിരാലംബമായ ആ കുടുംബത്തെ രക്ഷിക്കാൻ കൂടിയാണ് ഞാൻ ശ്യാമയെ വിവാഹം ചെയ്തത്. നന്ദനയ്ക്ക് വേറെ വിവാഹാലോചനകൾ വരുന്നെന്ന് അറിഞ്ഞതുകൊണ്ടുകൂടിയാണ് ഞാനതിന് തയ്യാറായത്. എന്നേക്കാൾ അനുരൂപനായൊരുവനെ തനിക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ച്. എൻ്റെ സ്നേഹം പ്രവർത്തിച്ചത് അങ്ങനെയാ. നന്ദന സാരി തുമ്പാൽ കണ്ണു തുടച്ചു. ചിറ്റ എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.